ഇനി അടുത്തത് കോമഡി ഉത്സവം നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വൈറൽ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇന്റർനാഷണലി വൈറൽ, ഇതുവരെയുമുള്ള റെക്കോർഡ്സ് എല്ലാം ബ്രേക്ക് ചെയ്ത ഒരു റീലിന്റെ പിറകിലുള്ള ആളിനെയാണ്. ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് റിസ്വാൻ. ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് ബോൾ അടിച്ചപ്പോ വിചാരിച്ചോ ഈ ലെവലിൽ ഇത് പോകുന്നു? ഒരിക്കലും വിചാരിച്ചു. അതെ, ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ എല്ലാവരുടെ അടുത്ത് പറയണത് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പ് ഏറ്റവും കൂടുതൽ ഒരു റീലില് വ്യൂ പോയിട്ടുള്ളത് കാബി ലൈമിന്റെ, അതായത് നമ്മുടെ മറ്റേ ഇത് കാണിക്കില്ലേ, എല്ലാം സിമ്പിൾ പറഞ്ഞ് കാണിക്കില്ലേ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാണിക്കില്ലേ, കാബി ലൈമിന്റെ വീഡിയോ എന്റെ അറിവിലാണെങ്കിൽ 380 മില്യൺ, 289 അല്ലെ, 280 മില്യൺ അല്ലെ, 280 മില്യൺ ആണ്. നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് നോക്കുമ്പോ ഏതുവരെ പോയി? 403 മില്യൺ. നമ്മൾ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ റിസ്വാൻ ഇപ്പൊ എവിടെ നിന്നൊക്കെ കോള് വന്നു? വന്നിട്ടുണ്ട്. ആണ് ഈ ഫുട്ബോൾ എപ്പോഴും കൈ കൊണ്ടുപോകാറുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിൽ വെച്ചിട്ട് ട്രിക്സ് ചെയ്യാറുണ്ട്, ഫ്രീ സ്റ്റൈൽ ചെയ്യാറുണ്ട് അല്ലേ? ഓ അടിപൊളി. നമുക്ക് കുറച്ച് ഫ്രീ സ്റ്റൈൽ ട്രിക്സ്. ഫുട്ബോൾ പ്ലെയർ ആണ് എന്നുള്ളത് മനസ്സിലായി. അതിന്റെ കൂടെ ഈ ട്രിക്സ് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടോ ഇപ്പോ? ആണല്ലേ? ഓ അത് ശരി, ഇനോഗ്രേഷൻസിലൊക്കെ പോയി പെർഫോം ചെയ്യാറുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഇന്റർവ്യൂസിനോ ഇതിനോ ഒക്കെ വിളിച്ചിരുന്നു ആൾക്കാര്? അതെ, കുറെ ഇന്റർവ്യൂ, പിന്നെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ വരലുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് വേറൊരു വീഡിയോ ചെയ്ത് ഒരു മൊബൈൽ ഫോൺ ഇതേപോലെ വെച്ചിട്ട് തട്ടിയിട്ട് അവസാനം അത് വെള്ളത്തിൽ പോയി നല്ല ആരുടെ സിസ്റ്ററിന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു? ആണോ? നമുക്കന്ന് അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കണ്ടേ? മൊബൈൽ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റും, നോക്കാം. നമ്മുടെ നോക്കത് നോക്ക്. നാട് എവിടെയാണെന്ന് പറഞ്ഞേ? നാട് മലപ്പുറം അരീക്കോട്. ഫുട്ബോളിന്റെ സ്വന്തം സ്ഥലമാണ് മലപ്പുറം അരീക്കോട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇത് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും 403 മില്യൺ വ്യൂസ് ഒരു റീലിന്, ഒരു മലയാളിയുടെ റീലിന് വന്നു എന്നുള്ളത്. ഇതിന് തൊട്ടു മുമ്പുള്ളത് ഇന്റർനാഷണൽ ഫെയിമുള്ള കാബി ലൈമാണ്. ആലോചിച്ച് നോക്കണം, അവിടെ നിന്ന് നമ്മളൊരു മലയാളി കിട്ടിയെന്നുള്ളത് അമേസിങ്. കൂടെ ആരാ വന്നിട്ടുള്ളേ? ഉപ്പുണ്ട്, പിന്നെ ക്യാമറ എടുത്ത ഒരാളുണ്ട്. ആണോ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കാം, എങ്ങോട്ട് വിളിക്കാം, വരും.
മകനിങ്ങനെ കളിച്ചിറങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാ? ഫസ്റ്റിൽ ഇങ്ങനെ ബോൾ കളിക്കും. വെറുതെ പന്തും തട്ടി നടക്കുകയാണെന്ന് പറഞ്ഞല്ലേ? ഈ ലോക പ്രശസ്തി കിട്ടുമെന്ന് വിചാരിച്ചാ? ഇല്ല ഇതെല്ലാം ഒപ്പമാർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഇതിന്റെ കൂടെ പറയാട്ടോ. ഇദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ട് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ചെയ്തത് അവിടെ നിന്ന് അടിച്ചു ആ വാട്ടർഫോളിലോട്ട് പോകുന്നു എന്നുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ ഒരുപാട് പേര് ഇതിനെ റീക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്യുന്നത് കണ്ടായിരുന്നു. അങ്ങനെയുള്ള വീഡിയോസ് ക്യാമറമാന് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അത് അടുത്ത് വെച്ച് പറഞ്ഞു അത് കട്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഈ ബോൾ അടിച്ച് ആ ബോൾ അടിച്ചിട്ട് വേറെ ഇതിലോട്ട് വരുന്നത് സുരാജിന്റെ വോയിസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അതിന് കുറെ ട്രോൾ ഉണ്ട്, രസം. അതെ, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്ക് എടുത്തൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ട് ഞങ്ങള് ചുമ്മാ എടുത്തതാണ്. റീച്ച് കയറി. അല്ലെങ്കിൽ അതാണ് വേണമെന്ന് വെച്ച് വൈറലാക്കാൻ പറ്റൂല, വൈറലാവുകയാണ് അല്ലേ? അങ്ങനെയല്ലേ? ഇവൻ നല്ല കളിക്കാരനാണ് ഫുട്ബോളിന്റെ. പിന്നെ ഇവന് ഈ വീഡിയോയ്ക്ക് മുമ്പ് അങ്ങനെയല്ല ഉപ്പ പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവന് എന്ത് ചെയ്യും, പിന്നെ കളിച്ച് പിന്നെ കൈ മുറിഞ്ഞ് ആടിപ്പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് 2 വർഷത്തേക്ക് നീ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് മുതലാണ് ഈ ഫ്രീ സ്റ്റൈലിലേക്ക് മാറിയത്. അത് ശരി. അപ്പൊ കൊറേ ഇനിയും കൈ മുറിക്കിട്ടോന്നൊക്കെ പറഞ്ഞ് ഞാനെന്ത് ചെയ്യും, പിന്നെ അവൻ കളിച്ച് ഇപ്പം എല്ലാ ദിവസവും പോയി കളിക്കാൻ പറയണല്ലേ? പ്രാക്ടീസ് ചെയ്യാൻ പറയണല്ലേ? പ്രാക്ടീസ് ചെയ്യാൻ മുഹമ്മദ് റിസ്വാൻ ഞെട്ടിച്ച് കളഞ്ഞ്. കാരണം ഈ പ്രായത്തിലുള്ള പിള്ളേർ എന്തോരം അവർ സമയം ചെലവഴിച്ചിട്ടായിരിക്കും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ 10 മിനിറ്റ് ഉള്ളെങ്കിൽ എത്ര നാൾ ചെയ്തിട്ടുണ്ടാവും പ്രാക്ടീസ്? 3 ഇയർ മുമ്പ്. അതാണ്. നല്ല പ്ലെയർ ആയിട്ട് നല്ല ബോഡി ഇട്ടാ, ഫുട്ബോളിന് പറ്റിയ പറക്കാൻ പറ്റുന്ന ബോഡിയാണ്. അത് കീപ്പ് ചെയ്യുക. കളി നിർത്തരുത് കേട്ടോ. ഫ്രീ സ്റ്റൈൽ ഒരു സൈഡിൽ നിന്നോട്ടെ, പക്ഷെ കളി നിർത്തരുത്. നല്ലൊരു പ്ലെയർ. മലപ്പുറം എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ചിട്ടുള്ളവർക്ക് ഫുട്ബോള് ഉറപ്പാണ്. എനിക്ക് മലപ്പുറത്തിന്റെ 2 കാര്യത്തിലാണ് ഇഷ്ടം. ഒന്നില്ലെങ്കിൽ ഫുട്ബോളർ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ വണ്ടിപ്രാന്തന്മാരായിരിക്കും. അല്ലേ? വണ്ടി ഇതിൽ. അതുകൊണ്ട് ഞാൻ മലപ്പുറത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം 2 എനിക്ക് ഇഷ്ടമാണ്. ഫുട്ബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് മലപ്പുറത്തിന്റെ അരീക്കോടിന്റെ അഭിമാനമായിട്ട് ഇനി മാറട്ടെ. ഫ്രീ സ്റ്റൈലിൽ മാത്രമല്ല, നല്ലൊരു ടീമിൽ നമുക്കിപ്പോ ഒരുപാട് മാച്ചസും കാര്യങ്ങളും ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ള ഗ്രൗണ്ടിൽ ഈ ഫ്രീ സ്റ്റൈൽ ചെയ്യാനും സാധിക്കട്ടെ. റിസ്വാനെ, സാധാരണ ഒരാൾ ഫുട്ബോൾ കളിച്ചാൽ കിട്ടാത്ത ഒരു ആരാധകരെയാണ് റിസ്വാന് കിട്ടിയിരിക്കുന്നത് ഈ ഒരൊറ്റ ഷൂട്ടിൽ. അതിനൊരു ഭംഗിയുണ്ട്. റിസ്വാൻ ചെയ്ത ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയ ക്യൂൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ഭയങ്കരമുണ്ട്. നമുക്കത് ഇഷ്ടം തോന്നും. ആ ഒരു അറ്റ്മോസ്ഫിയർ അത് എവിടെയാണ് സ്ഥലം എന്ന് പറയുന്നത്? കരുവാരക്കുണ്ട്. ആ ഒരു റിസ്വാന്റെ ഒരു അറ്റംപ്റ്റ് ആണ് ഭയങ്കര രസമായിട്ടുള്ളത്. ഇനി എന്താ പറയുന്ന ഒരുപാട് ആരാധകർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ആൾക്കാർ ഇഷ്ടപ്പെട്ടോളും ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, മൊബൈൽ വെച്ചത് ആരും അനുകരിക്കരുത്. മൊബൈൽ തകർന്നു പോകും. അതുകൊണ്ട് പറഞ്ഞേക്കാം, പുള്ളിയുടെ ഒരു മൊബൈൽ വെള്ളത്തിൽ പോയതാ. അതുകൊണ്ട് പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞേക്കല്ലേ അല്ലേ? ഇതുണ്ടല്ലേ കെട്ടി പൊതിഞ്ഞ വാട്ടർപ്രൂഫ് ജാക്കറ്റ് പടച്ചട്ട ചങ്ങലേക്ക് ഇടരുത്. അത്ര ഇങ്ങനെ കൊച്ചിനെ കൊണ്ടു നടക്കണ പോലെ കിടക്കണ ആളാ. അപ്പൊ ആ ആൾക്ക് ഇങ്ങനെ കാലോട്ട് ഇടണ നെഞ്ചിടിക്കും. ആ പ്രൊട്ടക്ഷൻ മറ്റേ വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ അല്ല, വേറെ പ്രൈവസി. വലിയ സന്തോഷം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ, മലയാളികളുടെ മുമ്പിൽ വീണ്ടും പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന വലിയ സന്തോഷമാണ്. ഈ പറഞ്ഞ നമുക്ക് മലയാളികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളുടെ വീഡിയോ എടുത്ത് ഇത്രയും വലിയൊരു വ്യൂ കിട്ടുക എന്ന് പറയുന്നത്, അതൊരു മലയാളിക്ക് കിട്ടുക എന്നുള്ളതും, അതിനകത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു മ്യൂസിക്കല്ല ഉപയോഗിച്ചത്, നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു മ്യൂസിക്കുമാണ് ഉപയോഗിച്ചതെന്നുള്ളത്, അതൊരു ഇന്റർനാഷണൽ ഫെയിം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് വളരെ നന്ദി കേട്ടോ. താങ്ക്സ് അലോട്ട്. കീപ് അപ്പ് ദ ഗ്രേറ്റ് വർക്ക് കേട്ടോ. താങ്ക്സ് അലോട്ട്. താങ്ക് യു.